ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിസ്റ്റൺ ബോയ്സ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ അൾട്ടോ കേട്ടനാണ്. ഇപ്പോൾ മാരുതി സുസുക്കിയിലെ ഈ ഒരു അൾട്ടോ സെഗ്മെൻറ്റിലെ അവസാനത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മാരുതി സുസുക്കിൻ്റെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ള അൾട്ടോ കേട്ടനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഒരു ബാക്ക്ഗ്രൗണ്ട് റിവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു വാഹനമായിട്ട് തന്നെ ഈ ഒരു വാഹനം തോന്നുന്നു. അത്യാവശ്യം വീതി നീളമൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സുഖപ്രദമായ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഉപയോഗിക്കാം. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് രണ്ട് ഹാലജൻ ആയിട്ടുള്ള ഹെഡ് ലാമ്പാണ്. അതേപോലെ ഹാലജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും കാണാം. അതേപോലെ ഒരു വലിയ ഗ്രില്ലാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ നമുക്കൊരു സ്കിഡ് പ്ലേറ്റ് കാണാം. അത് ആക്സസറി ആയിട്ട് വന്നതാണ്, അത് നമുക്ക് സ്റ്റോക്കിൽ വരുന്നതല്ല. അതേപോലെ ഇതിൻ്റെ ഹാലജൻ ഹെഡ് ലാമ്പിന് കമ്പനി വിളിക്കുന്നൊരു പേരുണ്ട്, പപ്പി ഹെഡ് ലാമ്പ് എന്നാണ് ഈ ഒരു കമ്പനി ഈ ഒരു ഹെഡ് ലാമ്പിനെ വിളിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കാം. സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഏകദേശം ഒരു പഴയ ഒരു അൾട്ടോയുടെയൊക്കെ ആ ഒരു കേവ് ഷേപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ അലോയ് വീൽ വരുന്നില്ല, അതിന് പകരം വരുന്നത് ഇതിന് സ്റ്റീൽ റിമാണ്. 13 ഇഞ്ച് സ്റ്റീൽ റിമും അതേപോലെ വീൽ കപ്പുമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് കാണാൻ സാധിക്കുന്നത്. അതേപോലെ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു ബ്ലാക്ക്, പിന്നെ ഈ വീലാർച്ചിൽ വരുന്ന ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റ്സൊക്കെ ആക്സസറി ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അത് സ്റ്റോക്കിൽ നമുക്ക് വരുന്നതല്ല. പക്ഷേ ഇതൊരു ആക്സസറി ആയിട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്ക്രാച്ച് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കാനായിട്ട് പറ്റും. അതേപോലെ സൈഡിൽ നമുക്ക് വലുതായിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സൈഡ് റിയർ വ്യൂ മിറർ നമുക്ക് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരു സാധാ ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ഇതൊരു ബോഡി കളർ വന്നിരുന്നെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഒരു വാഹനം നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ VXI വേരിയൻ്റ് ആണ്. ഈ ഒരു വാഹനം നമുക്ക് നിലവിൽ 4 വേരിയൻസിൽ അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ്, LXI, VXI, അതേപോലെ VXI പ്ലസ്. പിന്നെ ഈ ഒരു വാഹനം നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലാണ്. ഈ ഒരു വാഹനം നമുക്ക് മാനുവലിലും അതേപോലെ 2 ഫ്യൂൽ ടൈപ്പിലും നമുക്ക് വരുന്നുണ്ട്. പെട്രോളിലും CNGയിലും നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ പുറക് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. നമുക്കിവിടെ ബാക്കിൽ AM മോട്ടോഴ്സ് എന്നാണ് ഈ ഒരു വാഹനം വാങ്ങിയത്. അതുകൊണ്ട് തന്നെ AM മോട്ടോഴ്സ് അൾട്ടോ കേട്ടൻ എന്നുള്ള ഇത് കാണാം. നമുക്ക് ഈ ഒരു വാഹനം ഏത് ഓപ്ഷനാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ന്യൂ ആയിട്ട് വരുന്ന എല്ലാ മാരുതിയുടെ വാഹനത്തിലും ബാക്കിൽ ഓപ്ഷൻ ബാഡ്ജിങ് ഒന്നും കാണുന്നില്ല. LXI, VXI അങ്ങനത്തെ സംഗതികളൊന്നും കാണില്ല. ഈ ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് വരിക. പിന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു ക്രോം പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, ആക്സസറി ആയിട്ട് വരുന്നതാണ്. പിന്നെ 2 റിയർ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സ്കിഡ് പ്ലേറ്റ് ഇവിടെ ആക്സസറി ആയിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു വാഹനത്തിന് സ്പോയിലറും കൊടുത്തിട്ടുണ്ട്, ഒരു ആക്സസറി സ്പോയിലർ. കാണാൻ അത്യാവശ്യം നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ്. ഈ ഒരു സൈഡ് വ്യൂ എന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ ഫ്യൂൽ ഫില്ല് ചെയ്യുന്ന ഭാഗം വരുന്നത്. 27 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിന് കപ്പാസിറ്റി വരുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. കീ ഉപയോഗിച്ചിട്ടാണ് ബൂട്ട് ഓപ്പൺ ആക്കുന്നത്. അതേപോലെ അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ അവിടെ ആ ഒരു രീതിയിൽ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് വരുന്നത്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവർ കസ്റ്റമർ സ്റ്റോർ ചെയ്ത് ഇതിൻ്റെ ഒരു ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റ് റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ഈ ഒരു നോർമൽ ബൂട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ നമുക്ക് ഹുക്കും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് തന്നെയുണ്ട്. 214 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ താഴെ സ്പെയർ വീൽ വരുന്നുണ്ട്. സ്പെയർ വീലിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് ഇതിൻ്റെ സ്പെയർ വീൽ. 13 ഇഞ്ച് തന്നെയാണ് സ്പെയർ വീൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സുഖപ്രദമായ രീതിയിൽ തന്നെ നമുക്ക് വീലൊക്കെ റീപ്ലേസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ ചില വാഹനങ്ങളിൽ നമുക്ക് സ്പെയർ വീലിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടായാലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു അടുത്ത പഞ്ചർ ഷോപ്പിലേക്ക് എത്താൻ വരെയാണ് കമ്പനി ആ ഒരു സ്പെയർ വീൽ പ്രിഫർ ചെയ്യാറ്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലെ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്കും കിടക്കാം. അപ്പോൾ ജസ്റ്റ് ബോണറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഈ ഒരു രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ABSൻ്റെ മൊഡ്യൂളൊക്കെ കാണാം. ഇതാണ് ഇതിൻ്റെ എഞ്ചിന്. 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അതായത് 998 cc ആണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത്. അതേപോലെ K സീരീസ് ഡുവൽ VVT എന്നാണ് മാരുതി ഇതിൻ്റെ എഞ്ചിനെ വിളിക്കുന്നത്. അതേപോലെ 49 കിലോ വാൾട്ട് പവറാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. അതും 5500 RPMൽ. അതേപോലെ 81 എണ്ണം ടോർക്ക് 3500 RPMലാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സ്പെക്ക് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ചേസസ് നമ്പറുകൾ കാണാം. പിന്നെ ബാക്കിയുള്ള കുറേ മൊഡ്യൂൾസൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുള്ളത്. ഫ്യൂസ് ബോക്സ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. പിന്നെ കൂളൻ്റ് ഒഴിക്കുന്ന ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ കൂളൻ്റ് ഓൺലൈന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വൈപ്പറിൻ്റെ വാഷർ ഒഴിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പൊതുവെയുള്ള ഒരു ഹുഡിലുള്ള വിശേഷങ്ങൾ. ബേസിക് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് നേരെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകാം.
അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. സാധാ ഒരു നോർമൽ ഇൻറ്റീരിയർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കീ പുറത്താണ്. കീ ഒന്ന് ഓണാക്കി നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ കീ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഓറഞ്ച് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസ്പ്ലേ, അതിൻ്റെ അടിയിൽ ചെറിയൊരു ഇൻഫർമേഷൻ ഇതും വരുന്നുണ്ട്. പിന്നെ നോർമലായിട്ടുള്ള എല്ലാ വാഹനത്തിലും കാണിക്കുന്ന അത്രയും ഫെസിലിറ്റിയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ മീറ്ററിൽ വന്നിട്ടുള്ളത്. കാരണം ഒരു ബേസിക് മോഡൽ വാഹനം ആയതുകൊണ്ട് നമ്മൾ അത്രേ പ്രതീക്ഷിക്കാനും പറ്റുള്ളൂ. അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ മാരുതിയുടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. VXIയിൽ നമുക്ക് ഈ ഒരു മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. VXI പ്ലസ്സിൽ നമുക്കിവിടെ ചെറിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ VXI പ്ലസ്സിൽ നമുക്ക് 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇത് VXI അതിന് നിങ്ങൾക്ക് 2 സ്പീക്കറുള്ളത്. നമുക്ക് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. അതേപോലെ VXI പ്ലസ്സിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഇത് VXI ആയതുകൊണ്ട് ഇതിൽ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പവർ വിൻഡോൻ്റെ ബട്ടൺസ് നമുക്ക് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് മാരുതി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് പാസഞ്ചേർക്കും അതേപോലെ ഡ്രൈവർക്കും ഒരേപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. പിന്നെ അസാർഡ് ലൈറ്റിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും ആക്സസറിയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. 2 കപ്പ് ഹോൾഡറും ഒരു മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയ സ്റ്റോറേജിലുള്ളൊരു സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും കാണാം. പിന്നെ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിൻ്റെ ആ ഒരു ഇത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഇത് നമുക്ക് പിന്നെ മാനുവലാക്കിയിട്ട് ഓടിക്കാം. M+M- എന്നുള്ളൊരു ബാഡ്ജിങ്ങും അതേപോലെ ന്യൂട്രൽ, റിവേഴ്സ്, ഡ്രൈവ് മോഡ്, ഇത്രയൊക്കെ ഒരു നോർമൽ ആ ഒരു ഇതിൽ വരുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഹാൻഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഈ ഒരു ഇവിടെയും അതേപോലെ സ്റ്റിയറിങ്ങിൽ നമുക്ക് ഡുവൽ എയർ ബാഗും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയും ഇപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം എല്ലാ വാഹനത്തിനും ഡ്യുവൽ എയർ ബാഗ് മിനിമം വേണമെന്നുള്ള റൂൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഓപ്ഷനൊക്കെ എല്ലാ കമ്പനിയും ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ബട്ടൺസൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ കുറച്ച് ഡമ്മി ബട്ടൺസാണ് വരുന്നത്. കാരണം നമുക്ക് അലാറത്തിൻ്റെ ഒരു ബട്ടൺ അവിടെ കാണാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ബട്ടൺസ് നമുക്ക് ആക്സസറി ആയിട്ട് ആഡ് ചെയ്യാനും പറ്റും. പിന്നെ CNGക്കുള്ള ഒരു മൊഡ്യൂളിൻ്റെ പോലത്തെ ഒരു ഗ്യാപ്പും നമുക്ക് അവിടെ കൊടുത്തതായിട്ട് കാണാം. നമുക്ക് ഈ ഒരു വാഹനത്തിൽ വേണമെങ്കിൽ ആക്സസറി ആയിട്ട് നമുക്ക് CNG ആഡ് ചെയ്യാം. മാരുതിൻ്റെ ഷോറൂമിൽ തന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവർ തന്നെ കൊടുക്കുന്നുണ്ട്. അതല്ല ഇൻബിൽഡായിട്ട് CNG വരുന്ന വാഹനമാണെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുള്ളത്. നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു രീതിയിലാണ്. സാധാരണ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അത് ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ബോണറ്റ് ഓപ്പൺ ആക്കുന്ന ഭാഗം ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫ്യൂവലിൻ്റെയും അതേപോലെ ബൂട്ട് ഓപ്പൺ ആക്കുന്നതിന് ബട്ടൺസ് കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലെ ഡോർ പാഡൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വെക്കാനും ചെറിയൊരു ഫയൽ വെക്കാനുള്ള സ്റ്റോറേജ് ആണുള്ളത്. പിന്നെ നമ്മളെ ഡോർ ഹാൻഡിലും ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു പവർ വിൻഡോ ഈ ഒരു ഭാഗത്തല്ലാത്തത് കൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡമ്മി ഫീല് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇവിടെ ആയിട്ട് തോന്നുന്നുണ്ട്. ഡ്രൈവർ സീറ്റും അതേപോലെ തന്നെ കോ ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇൻബിൽഡ് ഹെഡ് റെസ്റ്റ് വരുന്ന ടൈപ്പാണ്. നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല. ഒരു നോർമൽ കുഷനോട് കൂടിയിട്ടുള്ള സീറ്റാണ്. തൈ സപ്പോർട്ടൊന്നും കാര്യമായ രീതിയിലില്ല. കാരണം നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കരുത്. കാരണം ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി ഒരു സാധാരണക്കാരൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് മാരുതി ഈ ഒരു വാഹനം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സ്പെക്കും ഫീച്ചേഴ്സും മാത്രമേ നമ്മൾ ഈ ഒരു വാഹനത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അത്യാവശ്യം സർവീസ് ബുക്കും കാര്യങ്ങളും ഫസ്റ്റ് എയ്ഡൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാധാരണ എല്ലാ വണ്ടിയിലും അതൊക്കെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്റ്റോറേജൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാനും പറ്റും. പിന്നെ നമുക്ക് സൺവൈസർ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമ്മൾ നോർമൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഹാലജനാണ് ലാമ്പ് വന്നിട്ടുള്ളത്. അതേപോലെ ഇവിടെ സർവീസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എയർ ബാഗ് ഉള്ളത് കൊണ്ട് തന്നെ എയർ ബാഗിൻ്റെ ആ വാർണിങ്ങിൻ്റെ ആ ഒരു സിസ്റ്റവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിലെ സീറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിലാണ്. ലെഗ് റൂമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കഷ്ടിച്ചൊരു ലെഗ് റൂമുള്ളൂ, ഈ ഒരു സ്പേസ് വരുന്നുള്ളൂ. കാരണം ഫ്രണ്ടിലെ സീറ്റ് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും അധികം കംഫർട്ട് വരിക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്ര ലെഗ് സ്പേസ് വരുള്ളൂ. പക്ഷേ അത്യാവശ്യം ഫ്രണ്ടിലൊക്കെ ഇട്ടിട്ടുള്ള ഫ്രണ്ടിലെ സീറ്റാണ് വരുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ഈ ഒരു ലെവലിലുള്ള ലെഗ് സ്പേസ് നമുക്കിവിടെ കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു കപ്പ് ഹോൾഡർ പോലത്തെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ബോട്ടിലൊക്കെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമില്ല. പിന്നെ അതേപോലെ ഇതിൻ്റെ സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ സീറ്റ് പോലെ തന്നെയാണ് ബാക്കിലത്തെ സീറ്റും കൊടുത്തിട്ടുള്ളത്. ഇൻബിൽഡ് ഹെഡ് റെസ്റ്റാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു വോക്കൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ആൾക്ക് സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 3ാമത്തെ ആളെ സീറ്റ് ബെൽറ്റ് ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്.
അതിവിടെ സാധാരണ ഇത് മൂന്നാൾ ഇരിക്കുകയാണെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. സാധാരണ എല്ലാവരും ഇത് ഒഴിവാക്കിയിടലാണ്, കാരണം 2 സീറ്റ് ബെൽറ്റ് നോർമലി ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കിയിടലാണ്. അതേപോലെ ഡോർ പാഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒന്നും തന്നെ ഇല്ല. ഒരു മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ വിൻഡോൻ്റെ ബട്ടൺസും അതേപോലെ നമുക്ക് പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ഡോർ പാഡാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൂടി കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി, പക്ഷേ അത് കമ്പനി ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു അൾട്ടോനെ കുറിച്ച് പറയാനുള്ളത്. ബേസിക് ആയിട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 167 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ മാരുതി ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു വാഹനം 3 വേരിയൻറ്റിൽ അവൈലബിൾ ആയി വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ 3 വേരിയൻറ്റിൽ വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. LXi വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് വരുന്നത് ഏകദേശം 5,19,000 രൂപയാണ്. അതേപോലെ VXi ആണെങ്കിൽ നമുക്ക് 5,38,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അതേപോലെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള VXi പ്ലസിനാണെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപയോളാണ് ഈ ഒരു വാഹനത്തിന് പ്രൈസ് ആയിട്ട് വരുന്നത്. അതുതന്നെ നമുക്ക് എന്താ വെച്ചാൽ വീണ്ടും ആഡ് ചെയ്യാനുള്ള ആക്സസറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകും. പിന്നെ ചില സമയത്ത് മാരുതിൻ്റെ ഷോറൂം ആകുമ്പോൾ പല ഓഫറുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു പ്രൈസിൽ നിന്നും ചിലപ്പോൾ ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടാവാം. വാഹനം പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് ഏകദേശം കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ പെട്രോൾ വേരിയൻറ്റിന് 24.90 എന്നുള്ള രീതിയിലാണ് കമ്പനി ഏകദേശം മൈലേജ് പറയുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ഇൻ മൈലേജ് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഈ ഒരു വാഹനം CNG വേരിയൻറ്റിലും അവൈലബിൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. CNGയിലാണെങ്കിൽ നമുക്ക് 33.38 ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കിലോഗ്രാം CNGക്ക് പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിന് CNG നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബൂട്ട് സ്പേസിലാണ് നമുക്ക് ഇതിൻ്റെ CNG ഫിറ്റ് ചെയ്യാൻ കഴിയുക. അങ്ങനെ CNG ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കംപ്ലീറ്റ്ലി മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ CNG നിങ്ങൾക്ക് ഒരു മൈലേജ് പർപ്പസ് മാത്രമാണെങ്കിൽ ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് വിഷയമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CNG ഉപയോഗിക്കാം. CNGൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 55 വാട്ടർ എക്യുപ്മെൻ്റാണ് ഈ ഒരു വാഹനത്തിന് CNG കപ്പാസിറ്റി മാരുതി അലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ CNG വേരിയൻ്റ് ആണെങ്കിൽ ഈ ഒരു വാഹനത്തിന് നമുക്ക് പെർമിഷൻ കിട്ടുക 4 ആൾക്കാരെ സീറ്റ് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിന് പെർമിഷൻ കിട്ടുക. പെട്രോൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് 5% സീറ്റ് കപ്പാസിറ്റി കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു വാഹനത്തിന് എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിനൊരു ഫോഗ് ലാമ്പിൻ്റെ കുറവുണ്ട്. കാരണം ഫോഗ് ലാമ്പ് ഇതിന് മുമ്പത്തുള്ള അൾട്ടോ 800 മാരുതി പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ അൾട്ടോ K10 പുതിയത് വന്നപ്പോൾ മാരുതി അത് ഒഴിവാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫോഗ് ലാമ്പിൻ്റെ ഒരു ഗ്യാപ്പെങ്കിലും അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അടിപൊളിയായി എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.